ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ അല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഹാപ്പി അല്ലെങ്കിൽ ഹാപ്പി ആവൂ. ഞാനൊരു എന്താ പറയുക, എൻ്റെ ഡെലിവറിക്കൊക്കെ ശേഷം എനിക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ടൈം പോകാൻ വേണ്ടിയിട്ടും എൻ്റെ മനസ്സൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്ത പരിപാടിയാണ് ഗാർഡനിങ്. അതായത് എനിക്ക് പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രണയമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഒട്ടും ചെടിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇഷ്ടം പോലെ ചെടിയുള്ളൊരു വീടായിരുന്നെങ്കിലും പിന്നീട് ആ ചെടിയെല്ലാം നശിച്ചുപോയി. ആരും കെയർ ചെയ്യാനൊന്നും ഇല്ലാതെ വന്നപ്പോഴേക്കും നശിച്ചു പോയി. അപ്പോൾ ഞാൻ രണ്ടാമത്, അതായത് പണ്ട് ഞാനല്ല ചെയ്തിരുന്നത്, ഹസ്ബൻഡിൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഹാപ്പി ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്, ചെറിയ രീതിയിലൊന്ന് തുടങ്ങിയതാണ്. ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് ഈ ഒരു പ്ലാന്റാണ്. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റ് എൻ്റെ വീട്ടിലൊക്കെ നന്നായിട്ട് ചെടിയായിട്ടൊക്കെ കണക്കാക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ മിക്ക വീട്ടിലും കാണും. ഇവിടെ പക്ഷേ പറമ്പിൽ കിളുത്തുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കൊണ്ടുപോയി വന്ന് വെച്ചത് അതായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഹസ്ബൻഡ് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴേക്കും, ആ ചേച്ചിയുടെ വീടിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പനായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. ആ കമ്പനി അനുസരിച്ചിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു ആദ്യം കാണിച്ച ആ ഗ്രീൻ കളർ ചെടി. പിന്നെ രണ്ടാമതാണ് ഇതെന്ന് പറയുന്നത് ഞാൻ മറ്റേ ഗാർഡനിൽ പോയി വാങ്ങിയതായിരുന്നു കേട്ടോ. ഈ ഒരു ചെടിയും ഞാൻ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലൊരു പിങ്ക് കളറിലുള്ളൊരു പൂവുണ്ടാവും, ചെറിയ പൂവാണ്, കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇടയിൽ കൊണ്ടേ വെച്ചതാണ്. ഇതെല്ലാം ഞാൻ ഈ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. മറ്റേ അഗ്ലോണിമ വെറൈറ്റി അങ്ങനെയുള്ള ചെടിയൊക്കെ ഈ ഒരു പോർഷനിൽ ഞാൻ വെച്ചിരിക്കുന്ന ചെടിയെല്ലാം വെച്ചിട്ട് അധികമായിട്ടില്ല. ഓർക്കിഡ് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പൂക്കൾ ഇട്ട് തുടങ്ങുന്നുണ്ട്. ഈ ചെടി എന്ന് പറഞ്ഞാൽ പൂക്കൾ കുറച്ച് ചാണകവെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ ഒരേപോലെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് നന്നായിട്ടൊന്നും ടേക്ക് കെയർ ചെയ്യാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ദിയാൻകുട്ടൻ ഭയങ്കര ബഹളമാണ്, ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് വാട്ടൽ ഉണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല രാവിലെ. ഇപ്പോൾ നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി നിൽപ്പുണ്ട്. എന്തായാലും വെള്ളം ഒഴിക്കണം. വീഡിയോ എടുത്തതിന് ശേഷം ഒഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ച ഒരു പ്ലാന്റാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് യെല്ലോ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്നതുകൊണ്ട് ഇത് ഞാൻ ആദ്യമേ ഇൻഡോറായിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഞാനത് പുറത്തേക്ക് പതിയെ തട്ടി. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് നല്ല രസമല്ലേ. ഇത് ഞാൻ മോർണിംഗ് വാക്കിന് പോയപ്പോഴേക്കും ഒരു വേലിയുടെ അരികിൽ നിന്നപ്പോഴേക്കും ഞാൻ ചൂണ്ടിയതാണ്. പിന്നെ ഇത് ഞാൻ ഗാർഡനിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നല്ല രസം, നല്ല ബുഷിയായിട്ട് ഉണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നല്ല പോലെ എല്ലാ ചെടികളും ഞാൻ നട്ടിട്ട് അധികം ആവാത്തത് കൊണ്ടിട്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് നടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് നട്ട് വേറെ ചട്ടികൾ കുറേ കളക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നട്ട് കഴിയുമ്പോൾ ഒരുപാട് ചെടികളാവും. നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി, എൻ്റെ കയ്യിലിപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ കയ്യിലുള്ള വെറൈറ്റി ചെടികളെല്ലാം പിന്നെ നന്നായിട്ടൊന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമ്മളത് വേറെ ചട്ടിയിലേക്ക് പകർത്തി സ്പ്ലിറ്റ് ചെയ്ത് നട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗാർഡൻ തന്നെ ഫുള്ളാവും. ഇത് ഫുൾ ഓർക്കിഡാണ് കേട്ടോ, കണ്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പനിനീർ റോസാണ്. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വേറൊരു റോസ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ചായിട്ടുള്ളൂ കൊണ്ടുവന്ന് വെച്ചിട്ട്. അതായത് ഇതിവിടെ ഉണ്ടായിരുന്നതാണ്, വീട്ടിൽ ആക്ച്വലി ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ തെങ്ങിൻ ചോട്ടിൽ കിളുത്ത് വന്നപ്പോഴേക്കും ഞാനത് പറിച്ച് ചട്ടിയിലാക്കി വെച്ചതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് അധികമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അത് തൈ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ഇതൊക്കെ ഇനി എന്താ പറയുക, വേരൊക്കെ പിടിച്ച് കിട്ടണം കേട്ടോ. ഇതിൻ്റെയൊക്കെ വേര് പിടിച്ചിട്ടില്ല, വേര് പിടിച്ച് കിട്ടണം. ഇനി ഉടനെ തന്നെ എന്തായാലും വീടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നൊക്കെയാണ്. എന്തായാലും UAE യാത്രയിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ എന്തായാലും ഒരു വീട് സെറ്റാക്കണം. അപ്പോൾ സെറ്റാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഗാർഡൻ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. നല്ല ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് സെറ്റാക്കണം. പിന്നെ നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ്സിൽ എന്താ പറയുക, ഒരു വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ പകുതിയോളം എന്താ പറയുക കഷ്ടപ്പെട്ട പൈസ ആയിരിക്കും ആ നമ്മൾ വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആക്കി വെക്കാനായിട്ട് നമ്മളെല്ലാവരും
എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പം മെയിൻ ഒരു വീടിൻ്റെ ഒരു ഭംഗി കൊണ്ടുവരുന്നത് അതിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു മുറ്റം നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു കുഞ്ഞു വീടാണെങ്കിൽ കൂടിയും നല്ലൊരു ഗാർഡൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആ വീടിനൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു വീട് വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ഗാർഡൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഗാർഡൻ മാത്രമല്ല, ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങോട് നല്ല സെറ്റായിട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പ്ലാനൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ സാധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തവണയുള്ള യാത്ര എന്ന് പറയുന്നത്, UAE യാത്ര. ഇൻഷാ അല്ലാ അതൊക്കെ ശരിയാവും, ശരിയാക്കി എടുക്കണം. ഒരു വീടില്ലാത്തതിൻ്റെ, അതായത് നമ്മളൊരു പെണ്ണായി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മകൾക്കാണെങ്കിൽ നമ്മളൊരു സ്ത്രീധനം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിന് പകരം അവൾക്ക് അവളുടെ പേരിലൊരു വീട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ മകളെ കല്യാണം കഴിച്ചു വിടുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ലവ് മാരേജ് ആയിക്കോളാം, ചിലപ്പം അറേഞ്ച്ഡ് ആയി എന്തായിക്കോട്ടെ, പാരൻസ് അവർക്കൊരു വീട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഇഷ്യൂസും അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സഫർ ചെയ്യേണ്ടി വന്നാൽ ആ ഒരു ടൈമിൽ അവർക്ക് കയറി കിടക്കാൻ ഒരു വീട്, സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ അവൾക്ക് അവിടെ പോയി അഭയം പ്രാപിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ എനിക്കും ഒരു സ്വന്തമായിട്ട് എൻ്റെ പേരിലൊരു വീട് എന്തായാലും അതെൻ്റെ ഡ്രീമാണ്. ആ ഒരു ഡ്രീം സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. എന്തായാലും ഞാൻ പോകാനൊക്കെയുള്ള പ്ലാനിങ്ങിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കര അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഭാവിയിലും, അതുപോലെ തന്നെ ഇപ്പോഴും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.